ഇപ്പോൾ സർക്കാർ ഡോക്ടർമാരുടെ പണിമുടക്ക് അത് ജനങ്ങളെ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രേക്ഷകർക്കുള്ള ഒരു വലിയ ഇൻഫർമേഷൻ കൂടിയാണത്. കാരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സർക്കാർ ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ അടിയന്തര ചികിത്സ ഒഴികെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സാധാരണക്കാരെത്തുമ്പോൾ OP അടക്കമുള്ള സേവനങ്ങൾ തടസ്സപ്പെടും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പരിഷ്കരിച്ച ക്ഷാമബത്ത കേന്ദ്ര നിരക്കിൽ അനുവദിക്കുക, പുതിയ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ഇന്നിപ്പോൾ എന്താണ് സമരം തുടങ്ങിയ ശേഷമുള്ള സ്ഥിതി? ആളുകൾ വലയുന്നുണ്ടോ? എന്തൊക്കെ സേവനങ്ങൾ തടസ്സപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, ഡോക്ടർമാരുടെ പണിമുടക്ക് സാധാരണ നിലയിൽ നമ്മുടെ ആളുകളെ വല്ലാതെ വലയ്ക്കുന്ന ഒരു പണിമുടക്ക് കൂടിയാണ്. ഇന്നിപ്പോൾ സമരം ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെ സേവനങ്ങൾ തടസ്സപ്പെട്ടു? ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ജിൻസി സേഫു, ഇന്ന് രാവിലെ മുതലാണ് ഈ OP ബഹിഷ്കരണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് തുടർച്ചയായി ഇപ്പോൾ ഇത് 4ാമത്തെ വട്ടമാണ് ഇത്തരത്തിൽ OP ബഹിഷ്കരിക്കുന്നത്. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ഓരോ ആഴ്ച ഓരോ ദിവസം വീതമാണ് ഇത്തരത്തിലുള്ള OP ബഹിഷ്കരണം നടത്തിയിരുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ഇപ്പോൾ 4ാം തവണ ഈ OP ബഹിഷ്കരണം നടക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിയന്തര സേവനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ സീനിയർ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ഈ OP സേവനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പകരം ജൂനിയർ ഡോക്ടർമാരാണ് ഈ OP സേവനം നൽകുന്നത്. എന്തായാലും OP സേവനം പൂർണ്ണമായും നിലച്ചിട്ടില്ല. പക്ഷേ സീനിയർ ഡോക്ടർമാർ ഇത്തരത്തിൽ ഇന്ന് പരിശോധിക്കുകയില്ല. അതിന് പകരം ജൂനിയർ ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരിക്കുക. ഇതുകൂടാതെ തന്നെ KGMCയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം എന്തെന്നാൽ അവരുടെ ശമ്പള പരിഷ്കരണം, ഇതുകൂടാതെ തന്നെ തസ്തിക നിർണയം, അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇതിന് ഉടനടി തീരുമാനമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം. ഇതുകൂടാതെ ഇത് നിരവധി പേർ സീനിയർ ഡോക്ടർമാരെ കാണാനായി എത്തിയിട്ടുണ്ട്. ഇനി ഈ സമരമുള്ള കാര്യം അറിയുമായിരുന്നോ? സമരമുള്ള കാര്യം അറിയാം. ബുദ്ധിമുട്ടാണ്. ഒരുപാട് രോഗികൾ ഇപ്പോൾ കഷ്ടപ്പാടിലാണ്. അപ്പോൾ ആർക്കും ഒന്നും പോയി ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ചെയ്താൽ രോഗികൾ ഇങ്ങനെ നഷ്ടപ്പെടുക അല്ലാണ്ട് ഒന്നും. ഇവിടെ OP വരുന്നതാണ്. ഇല്ല. ഇത്തരത്തിൽ ഈ സമരം അറിയാതെ നിരവധി രോഗികൾ ദൂര സ്ഥലത്തു നിന്നും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നും റെഫർ ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് സീനിയർ ഡോക്ടർമാരെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് ലഭിക്കുന്ന സേവനം എന്തെന്നാൽ ജൂനിയർ ഡോക്ടർമാരുടേതായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഈ OP ബഹിഷ്കരണം സീനിയർ ഡോക്ടർമാർ തുടരുന്നത് ജനങ്ങളെ വലയ്ക്കുന്ന കാര്യമാണ്. രോഗികൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ജിൽസി സേഫു. എന്തായാലും OP പൂർണ്ണമായും തടസ്സപ്പെടില്ല. ജൂനിയർ ഡോക്ടർമാരൊക്കെ OPയിൽ ഉണ്ടാകും, പക്ഷേ സീനിയർ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവില്ല തുടങ്ങിയ വിവരങ്ങളാണ്. എന്തായാലും സർക്കാർ ഡോക്ടർമാരുടെ ഈ ഒരു പ്രതിഷേധം അത് ആളുകളെ ബാധിക്കുമെന്നുള്ള കാര്യം. അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാതെ തന്നെ അത് സെറ്റിൽ ചെയ്യണമായിരുന്നു. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതോടെ രോഗികൾക്കടക്കം തിരിച്ചടിയാകുന്നത്. എന്തായാലും ഒരു ബദൽ മാർഗങ്ങളൊന്നും ഒരുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കാരണം PG ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ